Hi dears, welcome to our Hindi class. How are you? I think all of you are fine. Yes, in the last class we have learned about second chapter, Aam Ki Kahani. I think all of you read well that. Yes, today we are going to start in the rest of it. Okay, all of you listen. Take your books and open page number 17. Okay, are you ready? Yes. हमारे मंदिरों के धार्मिक उत्सव हो या घरों के मंगल अवसर दरवाज़ों पर आम के पत्ते टांगने की परंपरा है। ये पत्ते पवित्र और मंगलकारी माने जाते हैं, इसलिए पूजा के कलश में भी रखे जाते हैं। फिर आम के बाग बगीचों में कोयल की कुहू कुहू कैसा समाम बांधती है। ओके, हमारे मंदिरों के धार्मिक उत्सव है, അതായത് നമ്മുടെ മന്ദിരങ്ങളിലെ റിലീജിയസ് ഫെസ്റ്റിവൽസിനൊക്കെ വീടുകളിലെ മംഗള അവസരങ്ങൾ ശുഭ അവസരങ്ങളിലൊക്കെ ആം കി പത്തി ഈ മാവിൻ്റെ ഇല തൂക്കിയിടും. നമ്മളല്ല കേട്ടോ, അതൊക്കെ പിന്നെ വേറെ റിലീജിയസിലാണ്. ദർവാസോം പർ ആം കെ പത്തെ ടാങ്കിനേക്ക് പരമ്പരാഹെ, അവിടെ ഇതും കൂടെ ഉണ്ട്. ദർവാസോംക്ക് വീടിൻ്റെ ഡോറിലെ ആം കെ പത്തെ ഈ പിന്നെ മാവിൻ്റെ ഇല തൂക്കിയിടുന്ന ഒരു പാരമ്പര്യം കൂടെ ഉണ്ട്. പത്തെ ഇതെന്തിനാണ് അവർ ചെയ്യുന്നത്? ഈ പത്തെ ഈ ഇലകൾ പവിത്ര ഔർ മംഗൾകാരി മാനെ ജാത്തെ ഹെ, പവിത്രവും ശുഭകരവുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത്രയും നല്ലതാണ് മാവിൻ്റെ ഇല എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്പലങ്ങളിലൊക്കെ ധാർമ്മിക ഉത്സവങ്ങളിലൊക്കെ അവിടെ എന്ത് ചെയ്തു, റിലീജിയസ് ഫെസ്റ്റിവൽസിലൊക്കെ അവിടെ തൂക്കിയിടും. മാത്രമല്ല വീട്ടിലെ മംഗള അവസരങ്ങളിലൊക്കെ വീടിൻ്റെ ഡോറിലൊക്കെ തൂക്കിയിടും. ഇത് വളരെ പവിത്രമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്ലിയെ പൂജാക്ക് കലശ് മേം ബി രഖേ ജാത്തെ, പൂജ ചെയ്യുന്ന വലിയ പാത്രം ഉണ്ടാകും, തളിക, അതിനകത്തും ഈ ഇല വെക്കും. फिर आम के बाग बगीचों में कोयल की कुहू 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 कुഹി कैसा സമം ബാധിത്തി ഹെ. അതുപോലെ മാത്രമല്ല മാവിൻ തോട്ടങ്ങളിലൊക്കെ ഈ കുയിലിൻ്റെ കുഹു കുഹു എന്നുള്ള ശബ്ദം എന്താണ്, നമ്മളിൽ ഇങ്ങനെ പ്രതിധ്വനി ഉണ്ടാക്കും. യെസ്, ലിസൺ. on to next paragraph. मुगल काल में आम की बागवानी का सर्वाधिक विकास हुआ था. राजा महाराजा नवाब जमींदार अपने अपने शाही बाग रखते थे. सम्राट अकबर ने अपने शाही बाग में आम के 1,00,000 पेड़ लगवाए थे. इस बाग का नाम ही लक्की बाग पड़ गया. उस समय के आईने अकबरी नामक प्रसिद्ध ग्रंथ में आमों की बागवानी पर विस्तार से लिखा गया है. അപ്പോൾ മുഗൾ പീരിയഡ്സിലൊക്കെ ആം കി ബഗ്വാനി, മാംഗോ ഗാർഡനിങ്ങിൽ സർവാധിക് വികാസ് മോസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു, നല്ല ഡെവലപ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് മുഗൾ കാലങ്ങളിൽ. രാജാക്കന്മാരും മഹാരാജാക്കന്മാരും നവാബ് ജമീന്ദാർ, എന്താണ് നല്ല നവാബ് ജമീന്ദാർ എന്ന ഭൂവുടമകളൊക്കെ അപ്പനെ ഷാഹി ബാഗ് രഖിയത്, തങ്ങളുടേതായ ഇഷ്ടത്തോട്ടം, അതായത് അവർക്കായിട്ട് സ്വന്തം മാവിൻ്റേതായിട്ടുള്ള ഓരോ തോട്ടങ്ങളുണ്ടാവും, അതിനാണ് ഷാഹി ബാഗ്. സമ്രാട്ട് അക്ബറിനെ, അങ്ങനെ അക്ബർ ചക്രവർത്തിക്കും തൻ്റെ ഷാഹി ബാഗ് ഉണ്ടായിരുന്നു. എന്തിൻ്റെ? മാവിൻ്റെ. ആ ബാഗിലെ ആം കെ 1,00,000 പേട് ലഗ്വായേ ഥേ, അതിൽ മാവിൻ്റെ 1,00,000 പേടായിരുന്നു, വൃക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ് ഭാഗ് കാ നാം ഹി, ഈ മാവിൻ തോട്ടത്തിൻ്റെ പേരായിരുന്നു ലക്കി ബാഗ്. എന്തായിരുന്നു? ലക്കി ബാഗ് പഠിക്കുക. എന്തുകൊണ്ടാണ് ലക്കി ബാഗ് എന്ന് വരാൻ കാരണം? യെസ്, ദാറ്റ്സ് കറക്റ്റ്. യെസ്, അക്ബർ ചക്രവർത്തിയുടെ ഷാഹി ബാഗിൽ 1,00,000 पेड़ लगे थे, इसलिए इसका नाम लकी बाग पड़े थे. उस समय के आईने अकबरी नामक प्रसिद्ध ഗ്രന്ഥ, ഫേമസ് ബുക്ക്, ഐനെ അക്ബരി എന്ന് പറഞ്ഞൊരു ഫേമസ് ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ആമോ കി ഭഗ്വാനി പർ വിസ്താർ സെ ലിഖാ ഗയ, ആ മാവിൻ്റെ ഗാർഡനിങ്ങിനെ കുറിച്ച്
എന്താണ് നല്ല വിസ്തരിച്ച് വിശദമായിട്ട് എഴുതിയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഐനെ അക്ബരി എന്ന ഒരു ഫേമസ് ബുക്കാണ്. ആ ബുക്കിനകത്ത് നല്ല വിസ്തരിച്ച് മാവിൻ്റെ ഗാർഡനിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് അതിനകത്ത് എഴുതിയിരുന്നു. रीड विथ मी वंस. मुगल गार्डन में आम की बागवानी का सर्वाधिक विकास हुआ था. राजा महाराजा नवाब जमींदार अपने अपने शाही बाग रखते थे. सम्राट अकबर ने अपने शाही बाग में आम के 1,00,000 पेड़ लगवाए थे. इस बाग का नाम ही लक्की बाग पड़ गया. उस समय के आईने अकबरी नामक प्रसिद्ध ग्रंथ में आमों की बागवानी पर विस्तार से लिखा गया है. बागवानी गार्डनिंग. आज भारत में फलों की जितनी खेती होती है उसमें लगभग आधा भाग आमों का है. आमों की कुल किस्में 1,000 से अधिक है. हम प्रसिद्ध किस्में थोड़ी ही है, जैसे उत्तर भारत का लंगड़ा, दशहरी और चौसा, दक्षिण भारत का नीलम, तोतापुरी, बंगलाउरी और रोमानी, पश्चिमी भारत का अल्फोंसो, हाफूस, पायरी, केसर, राजपुर आदि. भारत के आम विदेशों में भी खूब पसंद किए जाते हैं. इनका निर्यात दिन ब दिन बढ़ता जा रहा है. निर्यात में अल्फोंसो ने सबसे अधिक नाम कमाया है. लिसन. आज भारत में फलों की जितनी खेती होती है, ഇന്ന് ഭാരതത്തിൽ മാവിൻ്റെ എത്ര വിധമുണ്ടോ खेती കൃഷി ഉണ്ടോ എന്നാണ് അതിനകത്ത് उसमें लगभग आधा भाग फलों का മാവിൻ്റെ അല്ല പഴങ്ങളുടെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ലഗ്ഭഗ് ആധാ ഭാഗം പകുതിയും എന്തിൻ്റെയാണ്? മാവിൻ്റെയാണ്. അതായത് മൊത്തം പഴങ്ങളെടുത്താൽ അതിൽ പകുതി ഭാഗവും മാവാണ്. आमों की कुल किस्म अदाയത് टुडे आज भारत में फलों की जितनी खेती होती है എത്ര മാവുണ്ടോ അതിനകത്ത് എന്താണ് പകുതി മാവല്ല എത്ര പഴങ്ങളുടെ കൃഷിയുടെ ഫ്രൂട്ട്സിൻ്റെ എത്ര എന്താണ് കൾട്ടിവേറ്റഡ് ഉണ്ടോ ഇന്ത്യയിൽ അതിൻ്റെ ഹാഫ് പാർട്ടും എന്തിനാണ്? മാംഗോ കൃഷിയാണ്. ആമോ की कुल किस्में 1,000 से भी अधिक है. നിങ്ങൾക്ക് എത്ര മാങ്ങയെക്കുറിച്ച് എത്ര വിധമുണ്ട് നിങ്ങൾക്കറിയാം? നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ എന്താ നമ്മൾ പറയാം കോമാങ്ങ, എന്താ പറയുക മറ്റേ അങ്ങനെ ഒരുപാട് മാങ്ങകളുണ്ടല്ലോ. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഏകദേശം എത്ര എണ്ണം അറിയാം? ഏറിയ നമുക്കൊരു 10 15. ഇപ്പോൾ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ ഒരു 20 എണ്ണം അറിയാവും അല്ലേ? 20 25 അറിയാം. ആയിക്കോട്ടെ. എന്നാൽ ഇവിടെ പറയുന്നത് മാങ്ങയ എത്രയുണ്ട്? 1000-ലധികം, മോർ ദാൻ 1000. അതാണ് 1000-ലധികം തരമുണ്ട് മാങ്ങയ്ക്ക്. മാംഗോ 1000-ലധികം തരം ഉണ്ടെന്ന്. നമ്മൾ വീട്ടിൽ 1 2 3 4 10 15 20 കാണുള്ളൂ. നമ്മൾ കാണുകയാണത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പേരറിയാവുന്നത്. പക്ഷേ 1000-ലധികം വിധങ്ങളുണ്ട്. പ്രസിദ്ധ കിസ്മേൻ ധോഡി സി ഹെ. അതിൽ പ്രധാനപ്പെട്ടത് അല്പം മാത്രം ഇവിടെ പറയുന്നു. ഏതൊക്കെയാ? ഉത്തർ ഭാരതത്തിലുള്ളത് ലങ്കട എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പേര് കേട്ട മാങ്ങയുടെ ഐറ്റമാണ്. ദശഹരി, ചൗസ, ഇതാണ് ഉത്തർ ഭാരതത്തിലുള്ളത്. എന്നാൽ ദക്ഷിണ ഭാരതത്തിലെത്തുമ്പോൾ നീലം മാങ്ങ കേട്ടിട്ടുണ്ട്. തോത്താപുരി, ബംഗ്ലൗരി, റോമാനി. എന്നാൽ പശ്ചിമ ഭാരതത്തിലെത്തുമ്പോൾ അൽഫോൺസോ, ഹാഫുസ്, പൈരി, കേസർ, രാജാപൂർ ആദി. ഇതൊക്കെ ഭാരതത്തിലുള്ളതാണ്. ഭാരത് ആം. ഇനി ഇന്ത്യയിലെ മാംഗോസ് എന്ന് പറയുന്നത് വിദേശോമേ ബി ഖൂബ് പസന്ത് കിയേ ജാത്തെ ഹൈ, ഓൾസോ ലൈക്ക്ഡ് അബ്രോഡ്. വിദേശത്തും ഒരുപാട് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഭാരതത്തിലെ മാങ്ങകൾ. അതുകൊണ്ട് തന്നെ ഇൻകാ നിർയാതർ എക്സ്പോർട്ട്സ് ദിൻ ബ ദിൻ ബർത്ത ജാ രഹാ ഥാ. എന്താണ്? ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അതിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ദിവസം കൂടുന്നവർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എക്സ്പോർട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കടത്തിവിടുന്ന മാങ്ങയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് ദിവസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള 1000-ലധികം വിധം മാങ്ങയുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട മാങ്ങ ഇതൊക്കെ ഭാരതത്തിലുള്ളതാണ്. ഷാഹിബാഗ് മാങ്ങക്കായിട്ട് പ്രത്യേക തോട്ടങ്ങൾ, അതിനകത്ത് പലവിധം മാങ്ങകൾ. ടോട്ടൽ
എന്താ ഫ്രൂട്ട്സിൽ ഹാഫ് പാർട്ട് എന്താണ് മാവിൻ്റെയാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു. യെസ്, ഓക്കെ, ഹൗ വി ഗെറ്റ്. യെസ്, മോർ നെക്സ്റ്റ് പാരഗ്രാഫ്. वैज्ञानिकों ने निर्यात में अल्फोंसो ने सबसे अधिक नाम कमाया है. എന്നാൽ അൽഫോൺസോ ആണ് ഏറ്റവും കൂടുതൽ, അൽഫോൺസോ എന്ന പേരുള്ള അറിയപ്പെടുന്ന ആ മാങ്ങയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ടിന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? അൽഫോൺസോ എന്ന് പറഞ്ഞ നമ്മുടെ മാംഗോ ആണ്. यस, वैज्ञानिकों ने आमों की कुछ और नई किस्मों भी खोज निकाली है. इसमें से आम्रपाली नाम की संकर किस्म तो इतनी बढ़िया है कि क्या कहने, इसके छोटे कद के पेड़ पर भरपूर फल लगते हैं. पतली गुठली वाली यह गूदेदार आम बहुत ही मीठा और स्वादिष्ट होता है. Yes, scientists have also discovered some new varieties of mango. അതായത് ഇപ്പോൾ നമുക്കിവിടെ വീടുകളിലൊക്കെ കാണാൻ പറ്റും, ചെറിയ മാവായിരിക്കും, നിറയെ എന്തുണ്ടാവും, പഴങ്ങളുണ്ടാവും അല്ലേ? എന്താ, അതെങ്ങനെയുള്ളതാ? അതായത് പുതിയ സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിൽ ആമോക്കി കുച്ച് അവർ നയി കിസ്മ, ഒരു പുതിയ കണ്ടുപിടുത്തമാണ് എന്ത്, ഇസ്മംസെ ആമ്രപാളി നാമക്ക് സങ്കര ഇനം. അതായത് ചെറിയ നമ്മൾ ബഡ് ചെയ്തിട്ട്, ബഡ് തൈ എന്ന് പറയും അല്ലേ? അതായത് ചെറിയ മരമായിരിക്കും. കിസ്മത്തോ ഇത്തിനി ബഡിയാഹെ, സങ്കർ ഇത്തിനി ബഡിയാഹെത്തോ ഇസ്കെ ചോട്ടെ കതുക്കെ പേട് പർ, ചെറിയ മാവിൽ കുറേ പിന്നെ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറ്റ് സ്മോൾ ട്രീ അല്ലേ? ചെറിയ കയ്യിലെന്താണ്, ഒരുപാട് റിച്ച് ഫ്രൂട്ട്സ്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക സങ്കര ഇനം എന്താണ്, അതായത് ബഡ്ഡിങ് തൈകളും കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും. പത്തലി ഗുഡ്ലി വാല യഹ് ഗൂദേദാർ ആം ബഹുത് ഹി മീഠ ഓർ സ്വാദിഷ്ട ഹോത്താ ഹെ. എന്താ, സ്പൈനി ആയിട്ടുള്ള നല്ല മാമ്പഴത്തിൽ വെരി സ്വീറ്റ് ആൻഡ് ടേസ്റ്റി, നല്ല മധുരവും നല്ല ടേസ്റ്റും ആയിരിക്കും ഈ മാങ്ങയ്ക്ക്. അതാണ് ഇന്ന് കണ്ടെത്തിയ പുതിയ തരം, ഇന്നാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കണ്ടെത്തിയതാണ്. ആ ഗിയാന മുഹ്മേം പാനി, ഇത് കേൾക്കുമ്പോഴേക്കും മൗത്ത് വാട്ടറിങ് അല്ലേ? നമ്മുടെ വായിൽ എന്താണ്, വെള്ളം തറയും മാങ്ങയുടെ കാര്യം പറയുമ്പോഴേക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് എന്ത്, മാങ്ങയോട് വളരെ താല്പര്യം. ഓക്കെ, ലിസൺ വൺസ് മോർ. वैज्ञानिकों ने आमों की कुछ और नई किस्मों भी खोज निकाली है. इसमें से आम्रपाली नाम की संकर किस्म, संकर किस्मത്തിൻ്റെ പേരാണ് ആമ്രപാളി എന്ന പേരുള്ള സങ്കര ഇനത്തിൽ ഇത്തിനി ബഡിയാ ഹെ കി ക്യാ കഹനെ, എന്താ പറയുക, ഇസ്കെ ചോട്ടെ കതുക്കെ പേട് പർ ഭർപൂർ ഫൽ മിൽത്തെ ഹെ അല്ലേ, ലഗ്തേ ഹെ. പത്തലി ഗുഡ്ലിദാർ എന്നാൽ അതായത് നല്ല സ്പൈനി ആയിട്ടുള്ള ഗുദ്ദേദാർ ആ ബഹുത് ഹി മീഠ, നല്ല മധുരമായിരിക്കും. അതോടൊപ്പം സ്വാദിഷ്ട ഹോത്താ ഹെ. ആ ഗയാ മുഹ്മേ പാനി. യെസ്, പേജ് നമ്പർ 18. आम है ही ऐसा फल है, आम है ही सच ए फ्रूट्स इज डेलिशियस एंड स्वादिष्ट और पौष्टिक तत्वों से भरपूर है. ഈ മാങ്ങ എന്ന് പറയുന്നത് എന്താ, മാംഗോ എന്ന് പറയുന്നത് സ്വാദ് മാത്രമല്ല, നല്ല പോഷക തത്വം, എന്താണ്, ന്യൂട്രീഷ്യസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് ഈ മാംഗോ എന്ന് പറയുന്നത്. വിത്ത് മാംഗോ നോട്ട് ഓൺലി ദിസ്, എന്താ ഇത്നാ ഹി നഹി, പക്കി ആമയും വിറ്റാമിൻ, നല്ല പാകമായ മാങ്ങയിൽ അല്ലേ, പാകമായിട്ടില്ല, നമ്മൾ പറിക്കാൻ നേരത്തൊക്കെ പറയാം അത് മൂത്തിട്ടില്ല, അതാണ് പാകമായിട്ടില്ല എന്ന് പറയുന്നത്. നല്ല പാകമായ മാങ്ങയിൽ എന്താണ്, വിറ്റാമിൻ, പൊട്ടാഷ്യം, അയൺ, कॉपर और नई आवश्यक पोषक तत्व पाए जाते हैं. അപ്പോൾ മാങ്ങ കഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് മാത്രമല്ല, പിന്നെയോ എന്താണ്, വൈറ്റമിൻ, പൊട്ടാഷ്യം, അയൺ, കോപ്പർ और അത് മാത്രമല്ല ഒരുപാട് ആവശ്യക പോഷക തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. आम खाने से एनीमिया, ब्लड प्रेशर जैसी समस्या बहुत कम हो जाती है. അതായത് നമ്മൾ നല്ല മാങ്ങ പിന്നെ കഴിക്കുന്നത് കൊണ്ട് അനീമിയ, അതൊരു രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രഷറിലെ ബ്ലഡിൻ്റെ പ്രഷർ വേരിയേഷൻസിനൊക്കെ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത്തനാഹി
ഇത്തനാ ഹി നെഹിം, ഇത് മാത്രമല്ല, ആം കാ സേവൻ കർണേ വാലോങ്കോ ജൽദി ബുഢാപ്പ നെഹി ആതാ. അപ്പം ഇനി നമുക്ക് കൂടുതൽ മാങ്ങ കഴിക്കാം കേട്ടോ. മാങ്ങ ധാരാളം കഴിക്കുന്നവർ പെട്ടെന്ന് വയസ്സായി പോയില്ല. ചിലരെ കണ്ടില്ലേ, പ്രായം എന്താണ്, കുറവായിരിക്കും, പക്ഷേ കണ്ടാൽ നല്ല പ്രായം തോന്നിക്കും. ചിലരോ നല്ല പ്രായമൊക്കെ ഉണ്ടാവും, പക്ഷേ കണ്ടാൽ തീരെ തോന്നിക്കില്ല. അതാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പ്രായം അങ്ങനെ കൂടിപ്പോവുക, അതേതായാലും നമ്മൾ പിടിച്ചു വെച്ചാൽ നിൽക്കുമോ? വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. എന്നാൽ നമുക്ക് പറയാം, ഈ വർഷം ഒന്ന് പോകാതിരുന്നെങ്കിൽ എൻ്റെ വയസ്സെന്താ, ഒരു വയസ്സ് കുറഞ്ഞു പോകും. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് നമുക്ക് എന്ത് ചിന്തിക്കാം? വയസ്സ് ഏതായാലും ഇപ്പം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അതങ്ങനെ പോകും. പക്ഷെ കാണാൻ എപ്പോഴും എങ്ങായിട്ടിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കണില്ലേ? അതെ, കൂടുതൽ മാങ്ങ കഴിച്ചാൽ അത് സംഭവിക്കുന്നതാണ് വൈജ്ഞാനിക അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഇത്തനാ ഹി നെഹിം ആം കാ സേവൻ കർണേ വാലോങ്കോ, കൂടുതൽ മാങ്ങ കഴിക്കുന്നവർക്ക് ജൽദി ബുഢാപ്പ നെഹി മാതാ, പെട്ടെന്ന് എന്താവില്ല, പ്രായം തോന്നിക്കില്ലേ, എപ്പോഴും എങ്ങായിട്ടിരിക്കും. ഇസേ ക്യാൻസർ കി ആശങ്ക കം ഹോ ജാതി തി. പിന്നെ ക്യാൻസർ ഇന്ന് എല്ലാവരിലും എത്ര ശതമാനം ആളുകളിലും എന്തുണ്ട്? ക്യാൻസർ എന്നൊരു മഹാമാരി തന്നെ ഉണ്ട് അല്ലേ? അതിൻ്റെ ആശങ്കയും കുറയും ധാരാളം മാങ്ങ കഴിച്ചാൽ. फिर भी कभी एक साथ कई आम नहीं खाने चाहिए. फिर भी कभी ഒരിക്കലും എന്ത് ചെയ്ത് ഒറ്റയടിക്ക്, ഇപ്പോൾ ഇന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മാങ്ങ കഴിക്കാൻ അല്ലേ, ഒരു കൊട്ട മാങ്ങ കൊണ്ടുവന്ന് വെച്ച് ഫുള്ളങ്ങ് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കാൻ പാടില്ല. ഫിർ ബി ഒരിക്കലും, കഭി ഏക് സാത്ത് കൈ ആം നെഹി ഖാനെ ചാഹിയെ. ഇസ്കി താസിർ ഗരം ഹോത്തി ഹെ. അതിൻ്റെ എഫക്റ്റ് എന്താണ്? അങ്ങനെ കഴിച്ചാൽ നമുക്ക് ശരീരത്തിൽ അത് ദോഷമായിട്ട് ബാധിക്കും. ജിസെ ജ്യാദാ ഖാ ലേനെ സെ ഫോടെ ഫുസിയാം ബി നികൽ സക്തേ ഹെ. അതായത് നമ്മുടെ ശരീരം ചൂടാവുന്ന പറയുന്നത്, കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, പിന്നെ ചൂടുകുരൊക്കെ വരും. മാത്രമല്ല അഗർ കഭി അധികം മാത്രമേ ആ ഖായെ ഹോ തോ ऊपर ही ठंडी लस्सी पी लेनी चाहिए. वैसे पक्का और मीठा आम थोड़ा खाने पर कोई नुकसान नहीं. എന്നാൽ പാകമായ നല്ല മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഈ പാകമാകാത്ത മാങ്ങ ധാരാളം കഴിച്ചാൽ അത് ചൂടാണ് ശരീരത്തിന്. നമുക്ക് ചൂടുകൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളും വർദ്ധിക്കാൻ സാധിക്കും. അതായത് പച്ച മാങ്ങ, പാകമാകാത്ത മാങ്ങ ധാരാളം കഴിക്കാൻ പാടില്ല. അതിൻ്റെ എഫക്റ്റ് നമുക്ക് ദോഷം ചെയ്യും. വൈസെ പക്ക ഓർ മീട്ടാം ധോട കാന पर कोई नुकसान नहीं करता. എന്നാൽ പാകമായ മാങ്ങ, നല്ല മൂത്ത് നല്ല പഴുത്ത മാങ്ങ കുറച്ചധികം കഴിച്ചാലും വലിയ പ്രോബ്ലമൊന്നും ഉണ്ടാവില്ല. रीड विथ मी. आम ही ऐसा फल स्वादिष्ट और पौष्टिक तत्वों से भरपूर है. इतना ही नहीं, पक्के आम में विटामिन, पोटाशियम, आयरन, कॉपर और आवश्यक पोषक तत्व पाए जाते हैं. आम खाने से एनीमिया, ब्लड प्रेशर जैसी समस्या बहुत कम हो जाती है. इतना ही नहीं, आम का सेवन करने वालों को जल्दी बुढ़ापा नहीं आता. इससे कैंसर की आशंका कम हो जाती है. फिर भी कभी एक साथ कई आम नहीं खाने चाहिए. इसकी तासीर गर्म होती है, जिससे ज़्यादा खा लेने से फोड़े फुसियाँ भी निकल सकते हैं. अगर कभी अधिक मात्रा में आम खाए हो तो ऊपर की ठंडी लस्सी पी लेनी चाहिए. वैसे पक्का और मीठा आम थोड़ा खाने पर कोई नुकसान नहीं करता. Move on to next paragraph. हम सबकी घास पसंद है. आम पापड़ भी तो पक्के आम के रस से भी बनता है. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാംഗോ പാപ്പർ ടു ഈ മാങ്ങ കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലേ? മാങ്ങ ജ്യൂസ് ഇപ്പോൾ ഒരുപാട് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇതൊക്കെ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം. പക്കെ ആം രസസേഹി, അതിൻ്റെ ജ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. और हम गर्मी में लू से बचने के लिए കച്ചി അമിയാക്കോ ഉബാൽക്കർ ഭൂൻകർ ഇസ്കി ഷിഗഞ്ചി പീത്തെ ഹെ. അതുപോലെ തന്നെ കണ്ണിമാങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉപ്പിലിട്ട് അച്ചാറൊക്കെ ഇടും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെയോ ചട്നി
അച്ചാർ ആദി के रूप में भी इसका भरपूर उपयोग है. ചിലർ എന്ത് ചെയ്യുക, ചട്നി എന്ന് വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കും, അതുപോലെ അച്ചാർ ഉണ്ടാക്കും. ഇതിനൊക്കെ നല്ല പച്ച മാങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും. കച്ചെ ആംകോ സുഖാക്കർ ഇസ്കാ പൗഡർ ബനായ ജാത്ത ഹെ. അതുപോലെ തന്നെ മാങ്ങ ഉണക്കിയിട്ട് അതിൻ്റെ പൗഡർ ഉണ്ടാക്കാറുണ്ട്. ജിസ്കെ ആംചൂർ കത്തെ ഹെ. ഇതിൻ്റെ പേരാണ് ആംചൂർ എന്ന് പറയുന്നത്. ഭോജൻ കോ സ്വാദിഷ്ട ബനാനെ മേ തോ ഉസ്കെ ബഡ്കർ കോയി നെഹി ഹെ. അപ്പോൾ നല്ല പാകമായ പിന്നെ പച്ച മാങ്ങയൊക്കെ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്വാദിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ലിസൺ, ഹം സബ്കി ഘാസ് പസന്ത് ആം പാപ്പड़ भी तो पक्के आम के रस से भी बनता है. और हम गर्मी में लू से बचने के लिए कच्ची अमिया को उबालकर भूनकर उसकी शिकंजी पीते हैं. चटनी, अचार आदि के रूप में भी इसका भरपूर उपयोग करते हैं. कच्चे आम को सुखाकर उसका पाउडर बनाया जाता है जिसे आमचूर कहते हैं. भोजन को स्वादिष्ट ഫുഡ് ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കാൻ വേണ്ടി ഇതിനേക്കാൾ വലിയ ഇസേ ബഡ്കർ കോയി നെഹി. ओके, नेक्स्ट लास्ट चैप्टर. लिसन, अब आप कहेंगे महंगे होने के कारण आजकल आम खाने को मिलते ही कहाँ है. बात ठीक है, पर आम की सभी किस्में महंगी नहीं होती. അപ്പോൾ ചില സമയത്ത് എന്താ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ, നല്ല വിലപിടിപ്പുള്ള മാങ്ങകളുണ്ട്. ചില സമയത്ത് ഈ മാങ്ങയുടെ സീസണിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ സീസൺ സമയങ്ങളിൽ നമുക്ക് ഇത് ധാരാളം കടകളിൽ നിന്നൊക്കെ കിട്ടും, കൂടുതൽ വിലയൊന്നുമില്ലാതെ. എന്നാൽ സീസൺ അല്ലാത്തപ്പോൾ ഇതിന് നല്ല പിന്നെന്താണ് ചിലവായിരിക്കും, മാങ്ങയ്ക്ക് നല്ല പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ മഹങ്കെ ഹോനയ്ക്ക് കാരണം എന്താണ്, എക്സ്പെൻസീവ് ആയ കാരണം ആം ഖാനയ്ക്ക് മിൽത്തേ ഹി നെഹി, ചിലപ്പോൾ കാണാനൊന്നും കിട്ടില്ല, ആ സമയത്ത് നല്ല വിലയായിരിക്കും. ബാത്ത് ടീക്ക് ഹേ पर आम की सभी किस्में महंगी नहीं. ഇനി മാങ്ങയുടെ എല്ലാ ഐറ്റത്തിനും ഒരുപോലെ അല്ല വില, ആണോ? എല്ലാത്തിനും ഒരേ വിലയല്ല. ചില നല്ല ഉയർന്ന നിലവാരത്തിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ ഉണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ് പിന്നെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട മാങ്ങകൾ പറഞ്ഞില്ലേ, ആ മാങ്ങകൾക്കൊക്കെ നല്ല വിലയായിരിക്കും. സാധാരണ നമ്മളെ വീടുകളിൽ ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഉണ്ട് മാങ്ങ, അത് വളരെ കുറഞ്ഞ ചില വണ്ടികളിലൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണും ഇതല്ലേ 2 കിലോ 100, 1 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, ചില മാങ്ങകൾക്ക് നല്ല വിലയുണ്ടായിരിക്കും. അതേതൊക്കെയാണ്? ആമ്രപ്പാളി, ദശഹരി, अल्फोंसो आदि ने खरीद सकें तो छोटे सौसा आम तो ले सकते हैं. जानते हो ये मौसमी सस्ते आम के अधिक मीठे और अधिक गुणकारी होते हैं. മാത്രമല്ല സീസണിലാണ് ഇത് ചീപ്പ് റേറ്റിൽ കിട്ടുന്നത്, ആ സമയത്താണ് ഇത് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. സീസൺ സമയത്താണ് മാങ്ങ കഴിക്കുന്നത് ഏറ്റവും ഗുണം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള മാങ്ങ ആമ്രപ്പാളി, ദശഹരി, അൽഫോൺസോ എന്നൊക്കെ പറയുന്ന ഉന്നത നിലവാരത്തിലുള്ള മാങ്ങയൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല പണം കൊടുക്കണം. എന്നാൽ സീസൺ സമയത്ത് കിട്ടുന്ന മാങ്ങകൾ ഏറ്റവും ശരീരത്തിന് ഗുണകരമായിട്ടുള്ള മാങ്ങകൾ ആയിരിക്കും. അപ്പോൾ മാംഗോയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ടുഡേ ദാറ്റ്സ് ഇനഫ്. Some word meanings, important word meanings is there. All of you read well this word meanings and chapter. Okay, today that's enough. Okay, thank you. See you next class.